മലയാള ഭാഷയെ രക്ഷിക്കാനായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സമഗ്രമായ ഇടപെടലുകൾ വേണമെന്ന് സാംസ്കാരിക പ്രവർത്തകർ. സ്കൂളിൽ മലയാള ഭാഷ നിർബന്ധമാക്കിയത് കൊണ്ടോ സർക്കാർ ഭാഷ മലയാളമാക്കിയത് കൊണ്ടോ മാത്രം മലയാളത്തെ രക്ഷിക്കാനാവില്ല. ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരുന്നാ മതിയോ? ഇന്ന് ഓഫീസിൽ പോണ്ടേ? എന്റെ ജോലിയൊക്കെ ഞാൻ തീർത്തു വെച്ചിട്ടുണ്ട്. പോയി കുളിച്ചിട്ട് വന്നാൽ ഞാൻ കഴിക്കാൻ എടുത്തരാം. നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താണ് നോക്കണേ? എന്തിഡലിയാണെന്ന് പറഞ്ഞത്? തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി. തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി, അതായത് ഇഡ്ഡലി കാണുമ്പോ തുമ്പപ്പൂ പോലെ തോന്നുന്നു. അലങ്കാരം ഉപമ. ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് എന്നാണ് ഉപമ അലങ്കാരത്തിന്റെ ലക്ഷണം. നീ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടെന്നല്ല, പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം. മലയാള വ്യാകരണത്തിലെ ഒരു പ്രധാന സംഗതിയാണ് അലങ്കാരം. ഇപ്പോ നീ ഉപയോഗിച്ച അലങ്കാരം ഉപമ. പക്ഷേ നിനക്ക് യാതൊരു ബുദ്ധിയുമില്ലായെന്ന് എനിക്ക് മനസ്സിലായി. ഉപമ പ്രയോഗിക്കുമ്പോൾ അതിനൊരു യുക്തി വേണം. തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഡ്ഡലി കാണുമ്പോ അത് തുമ്പപ്പൂ ആണ് എന്ന് തോന്നുന്നത് തലയ്ക്കൊടുവില്ലാത്തോണ്ടാ. മോഹനേട്ടനോടൊരു നല്ല കാര്യം പറയാൻ വരുന്നത് എന്റെ വെളിവില്ലായ്മ തന്നെയാ. ഇഡ്ഡലുണ്ടെ കടുക്കള വെച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട് എടുത്തുതരാം. ഭാഷാവിരോധി, കഷ്ടം. ഹലോ, മോനേട്ടനല്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. മോനേട്ടാ. ആരാണ്? ഞാൻ ചോദിച്ചില്ല. ഹലോ മോനേട്ടനാ, ഞാനാ താമരാക്ഷൻ. വായനശാലയിലെ താമരാക്ഷൻ. താമരാക്ഷൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് നാളായാലും ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ട്. കുറച്ച് തിരക്കിലായിരുന്നു മോനേട്ടനാ, അതാ പറ്റിയത്. ഞാനിപ്പോ വിളിച്ചതേ വായനശാലയുടെ വാർഷികത്തിന്റെ കാര്യം പറയാനാ. അടുത്ത മാസം 1-ാം തീയതിയാ. എല്ലാ കൊല്ലവും വായനശാലയുടെ അംഗങ്ങൾ ചേർന്ന് ഒരു നാടകം അവതരിപ്പിക്കാറുണ്ടല്ലോ. ഇത്തവണയും അതുണ്ട്. ശരി. കഴിഞ്ഞവണ ചെയ്തത് പുറത്തുനിന്നുള്ള ആളാ. നല്ല പൈസയും കൊടുത്തു. ഇത്തവണ അങ്ങനെ കൊടുക്കാൻ കാശില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ആരെയെങ്കിലും കൊണ്ട് നാടകം എഴുതിപ്പിക്കാനാ കമ്മിറ്റിയുടെ തീരുമാനം. അത് പറയാനാ ഞാൻ മോനേഷനെ വിളിച്ചത്. മോനേഷന് തിരക്കാണെന്നറിയാം. പക്ഷെ പറ്റില്ല എന്ന് പറയരുത്. മോനേഷൻ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ഞാന് ഒരു സർക്കാർ ഓഫീസിന്റെ പശ്ചാത്തലത്തിലുള്ള കഥ വേണമെന്ന് തീരുമാനിച്ചു. എങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസ് തന്നെ ആയിക്കോട്ടെന്ന് എല്ലാവരും തീരുമാനിച്ചു. അതാവുമ്പോ മോനേഷനല്ലേ, പരിചയമുള്ള ഏർപ്പാടല്ലേ. പിന്നെ വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം. മോനേഷൻ എത്ര മണിക്ക് ഓഫീസിൽ നിന്ന് വരും? 5:15. അപ്പൊ ഞാൻ 5:30 മുമ്പെത്താം. മോനേഷൻ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. കുഴപ്പമില്ല, നാട്ടിലൊരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ. ഭാഗ്യാരി ഞാനേറ്റു. താമരാക്ഷൻ ചേട്ടൻ ധൈര്യമായിട്ട് വൈകിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. ശരി ശരി ശരി. എന്ത് ചെയ്യും? ഭാമേ, ഇപ്പൊ വിളിച്ചാരെന്ന് അറിയാമോ? ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞില്ലേ. താമരാക്ഷൻ ചേട്ടൻ. ഏത് താമരാക്ഷൻ ചേട്ടൻ? വായനശാലയുടെ സെക്രട്ടറി താമരാക്ഷൻ ചേട്ടൻ. എന്തിനാ വിളിച്ചത് നിനക്കറിയാമോ? അത് ഞാൻ എങ്ങനെ അറിയാം മോനോട്ടാ? എന്നാ പിന്നെ ചോദിച്ചൂടെ? എനിക്ക് അറിയണമെങ്കിൽ ഞാൻ ചോദിച്ചാ പോരെ. എനിക്കറിയണ്ട. ഇത് അസൂയ, നിന്റെ മനസ്സിലുള്ള ഒടുക്കത്തെ അസൂയ. മോഹനേട്ടനെ വിളിച്ച ആരാണെന്നോ വിളിച്ചത് എന്തിനാണെന്നോ എനിക്കറിയാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് എങ്ങനെ മോഹനേട്ട അസൂയാവുന്നത്? വായനശാലയുടെ വാർഷികമാണ് അടുത്ത മാസം. അതുകൊണ്ടെന്താ? എല്ലാ വാർഷികത്തിനും അവരൊരു നാടകം അവതരിപ്പിക്കാറുണ്ട്. ആയിക്കോട്ടെ. കഴിഞ്ഞ തവണ നാടകം എഴുതാൻ പുറത്ത് നാളെ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് ഒരുപാട് കാശൊക്കെ ചെലവായി. അതുകൊണ്ട് ഇത്തവണ നാടകം എഴുതാൻ പോകുന്നത് ഇവിടെ ഉള്ള ഒരാളാ. നല്ലത്. അതാരാണെന്ന് നിനക്കറിയാം? മോഹനകൃഷ്ണൻ സാർ.
ഇപ്പൊ നിനക്ക് എന്ത് മനസ്സിലായി? മോഹനേട്ട നാടകം എഴുതുകയാണെങ്കിൽ 10 വയസ്സ് അവർക്ക് മുടക്കില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതല്ല കാര്യം. ഈ നാട്ടിൽ ഒരു നാടകം എഴുതാൻ സാമർഥ്യമുള്ള ഒരേ ഒരാൾ കെ മോഹനേട്ടൻ സാറാണ് എന്നുള്ളതാണ് സത്യം. എന്ന് കുറച്ചു മുമ്പ് ഞാൻ വ്യാകരണം പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? ഈ വ്യാകരണം കൊണ്ടൊക്കെ മനുഷ്യന് വല്ല പ്രയോജനമുണ്ടോ എന്ന്. ഇപ്പൊ മനസ്സിലായോ? മലയാള ഭാഷയിലുള്ള എന്റെ പാണ്ഡിത്യം നാട്ടുകാർ അംഗീകരിച്ചു തുടങ്ങിയെന്ന്. മോഹനേട്ട ഇത് പാണ്ഡിത്യ പ്രശ്നമൊന്നുമല്ല. കാശ് കൊടുത്ത് നാടകം എഴുതിക്കാനുള്ള പാങ്ങ് അവർക്കില്ല. അപ്പൊ പിന്നെ മോഹനേട്ടനെ കൊണ്ടങ്ങ് നാടകം എഴുതിക്കാന്ന് അവര് വിചാരിച്ചു. കാശ് കൊടുക്കാതെ എഴുതാൻ വേറൊരാൾ ഈ നാട്ടിലെന്നുള്ള കാര്യം എനിക്കിപ്പോ മനസ്സിലായി. മലയാളത്തിൽ വക്രോക്തി എന്നൊരു അലങ്കാരമുണ്ട്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ കേൾക്കുന്നയാൾ അത് വളച്ചൊടിച്ച് വേറൊരു തരത്തിൽ മനസ്സിലാക്കും. അതിനെയാണ് വക്രോക്തി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, കൈക്കൊള്ളുക നന്മയിൻ പക്ഷം എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നന്മയുടെ പക്ഷത്ത് നിൽക്കണം എന്ന്. പക്ഷേ ഞാൻ കൈക്കൊള്ളുക നന്മയിൻ പക്ഷം എന്ന് പറയുമ്പോ നീ പീലിയാൽ ഫലം എന്തുമേ എന്ന് ചോദിക്കുന്നു. പീലി കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് മനസ്സിലായോ? കൈക്കൊള്ളുക നന്മയിൽ പക്ഷം, നല്ല മയിലിന്റെ ചിറകുകൾ കൈവശം വെക്കുക എന്നാണ് നീ മനസ്സിലാക്കിയത്. അതുകൊണ്ട് മയിൽപീലി കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നീ ചോദിച്ചു. ഇങ്ങനെയൊക്കെയുള്ള അലങ്കാരങ്ങളുണ്ടോ? ഉണ്ട്. ഇതാണ് വക്രോക്തി. പറയുന്നതൊന്ന്, കേൾക്കുന്നയാൾ വ്യാഖ്യാനിക്കുന്നത് മറ്റൊന്ന്. വായനശാലയുടെ വാർഷികത്തിന് കളിക്കാനുള്ള ഒരു നാടകം എഴുതാൻ അവർ എന്നെ ഏൽപ്പിച്ചു എന്ന സത്യം ഞാൻ നിന്നോട് പറഞ്ഞപ്പോ അത് എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ് എന്ന് നീ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷെ നീ മനസ്സിലാക്കിയ എന്താണ്? വേറെ ആരെ കൊണ്ടെങ്കിലും നാടകം എഴുതിച്ചാ പൈസ കൊടുക്കേണ്ടി വരില്ലല്ലോ, അതുകൊണ്ടാണ് അവർ എന്നെ കൊണ്ട് നാടകം എഴുതിപ്പിച്ചത് എന്ന്. ഇതിനെയാണ് വക്രോക്തി എന്ന് പറയുന്നത്. വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ പോയി ആ നാടകത്തിന്റെ കഥ എന്താന്ന് ആലോചിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവും. വൈകിട്ട് 5:30 കഥാ ചർച്ചകൾക്കായി താമരാക്ഷൻ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. വില്ലേജ് ഓഫീസിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഉഗ്ര നാടകമായിരിക്കും ഞാൻ എഴുതാൻ പോകുന്നത്. ഓ, അപ്പൊ ആത്മകഥയാണ്. കൊള്ളാമോ ഇല്ലയോ എന്ന് നാടകം കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി. കെ മോഹനൻ സാർ ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ആയിക്കോട്ടെ, ഞാൻ കണ്ടു തന്നെ മനസ്സിലാക്കിയോളട്ടാ. ആ, ഉത്തമം വിളിക്കുന്നുണ്ട്. വല്ല പുതിയ കേസുമായിട്ട് വിളിക്കുന്നതായിരിക്കും. നമ്മളെ ഭാവം നാടകം എഴുതാനെന്ന് പറഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് വലിയ വക്കയിലൂടെയൊക്കെ ചെയ്ത് ജീവിക്കാം. ഞാൻ നോക്കട്ടെ കേട്ടോ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നലെ ദാമോദര സാറിനെ കണ്ടിരുന്നു. അപ്പൊ ദാമോദര സാർ വിശേഷങ്ങളൊക്കെ പറയുകയും ചെയ്ത്. പിന്നെ ദാമോദര സാർ വക്കീൽ ഓഫീസിൽ വന്ന് വക്കാലത്ത് ഒപ്പിട്ട് തന്നല്ലേ? നിരുന്നും സത്യം പറഞ്ഞ ദാമോദര സാർ കുറച്ച് പ്രയാസപ്പെട്ടു ഉത്തമ. രാവിലെ 11:30 ആയപ്പോഴേക്കും സാർ ഓഫീസ് വന്നത്. ഞാനപ്പോ മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു. കോടതിയിൽ നിന്നിറങ്ങി ഞാൻ വന്നതോ 1:30. അതുവരെ ആ പാവം ദാമോദര സാർ അവിടെ തന്നെ ഇരുന്നു. അതൊന്നും സാരല്ലോ വക്കീലേ. വലിയ വക്കീലിനെ കാണണമെങ്കിൽ കുറച്ച് സമയമൊക്കെ കാത്തിരിക്കേണ്ടി വരും. ആവശ്യക്കാരൻ ദാമോദര സാറാണല്ലോ. എന്നാലും ദാമോദര സാർ അത്ര ചെറിയ ആളൊന്നും അല്ലല്ലോ, വലിയ കക്ഷിയല്ലേ. അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. ഞാൻ ദാമോദര സാറിനെ കണ്ടപ്പോ സാറിന്റെ മനസ്സിലുള്ള ഒരു കാര്യം പറഞ്ഞു. അത് മതിയല്ലോ സാറിന്റെ മനസ്സിൽ ഇപ്പൊ മനസ്സിലാക്കായി. നമസ്കാരമുണ്ട് സാർ. ഈ ദാമോദര സാർ എന്റെ അടുത്ത് പറയാണ്, ഉത്തമ കേസ് സത്യഭാമ വക്കീലിനെ ഏൽപ്പിച്ചു, ഇനിയത്തെ കാര്യം പറയണ്ടല്ലോ എന്ന്. അല്ല, സത്യഭാമ വക്കീലിന്റെ അടുത്ത് കേസ് ഏൽപ്പിച്ചല്ലോ, പിന്നത്തെ കാര്യം പറയണ്ടല്ലോ എന്ന്. പറയേണ്ടതുണ്ടോ? ഉത്തമ, മലയാളത്തിൽ ഒരു അലങ്കാരമുണ്ട്, അർത്ഥാപത്തി. അർത്ഥാപത്തി അതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തിയാം എന്നാണ് ലക്ഷണം. എനിക്കൊന്നും മനസ്സിലായില്ല സാറേ. അയ്യോ, ഉത്തമനത് മനസ്സിലാവില്ല. രാവിലെ തൊട്ട് വില്ലേജ് ഓഫീസർ മലയാളം വാദ്യാരുടെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക. അലങ്കാരമാണ് ഇന്നത്തെ വിഷയം. അലങ്കാരം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഉപമ, രൂപകം, പിന്നെ കുറച്ചു മുന്നേ ആ ഒരു വക്രോക്തിയുടെ കാര്യം പറയുന്നത് കേട്ടു. ഇപ്പതെന്താ? അർത്ഥാപത്തി. അർത്ഥാപത്തി അതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തിയാം. അതായത് കാര്യങ്ങൾ അങ്ങനെയാണോ എങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല എന്നർത്ഥം. അപ്പത്തിൻ കോൽ എലി ഭക്ഷിച്ചാൽ അപ്പത്തിൻ കഥയെന്ത്. അതായത്
അപ്പം കോർത്തു വെച്ചിരിക്കുന്ന കോല് തന്നെ എലി തിന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പത്തിന് കഥ പറയാനുണ്ടോ? ഉണ്ടോ? ശരി, ഇതിപ്പോ ഇവിടെ പറഞ്ഞ എന്തിന്? ദാമോദരൻ സാർ കേസ് നിന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് എന്താണ് ഉത്തമനോട് പറഞ്ഞു വിട്ടത്? കേസ് സത്യഭാമയെ ഏൽപ്പിച്ചു, ഇനി എന്ത് പറയാൻ എന്ന്. അതായത് ദാമോദരൻ സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നത് ദാമോദരൻ സാറിന് തന്നെ മനസ്സിലായി എന്ന്. അപ്പത്തിൻ കോലില് ഭക്ഷിച്ചാൽ അപ്പത്തിൻ കഥ എന്ത്? എനിക്കൊന്നും മനസ്സിലായില്ല സാറ് പറഞ്ഞതേ എന്താണ്. മോഹനേട്ടൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കാൻ നോക്കുന്നതിനെക്കാട്ടും നല്ലത് മോഹനേട്ടന് തലയ്ക്ക് സുഖമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. ആ തരക്കാർക്ക് എന്താ പറഞ്ഞുവിടാൻ വയ്യാത്തത്? ശരി, ഉത്തമനിപ്പോ വന്നത് എന്തിനാണ്? അല്ല, ദാമോദരൻ സാറിനെ കണ്ട കാര്യം ഇവിടെ ഒന്ന് പറയാന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. ഇതുവഴി പോയപ്പോ ഒന്ന് കയറി. അപ്പൊ ശരി, ഉത്തമച്ചല്ലേ, വില്ലേജ് ഓഫീസറുമായിട്ട് എനിക്ക് ചെറിയൊരു കണക്ക് തീർക്കാനുണ്ട്. അർത്ഥവത്തി മനുഷ്യന് ഭ്രാന്ത് വന്ന ഇങ്ങനെ വരൂ. മലയാളത്തിലെ 4 അലങ്കാരങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആരും വലിയ ആളാവില്ല. ഞങ്ങളൊക്കെ ഈ അലങ്കാര വൃത്തമൊക്കെ പഠിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് മറന്നുപോയി, അത്രേ ഉള്ളൂ. ഭാമേ, ഞാൻ കെമിസ്ട്രിയിൽ ഡിഗ്രി എടുക്കുകയും വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്നെ കൊണ്ട് വായനശാലക്കാർ നാടകം എഴുതിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് വേറെ ആളെ കിട്ടാത്തതുകൊണ്ട്. നീ ഇതും പറയുന്നതിനപ്പുറവും പറയും. ഭാമേ, നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെങ്കിലും നമുക്ക് ഉപകരിക്കും. സ്കൂളിൽ പോയപ്പോൾ മലയാളത്തിൽ ഞാൻ പഠിച്ച അലങ്കാരങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചത് നീ കണ്ടല്ലോ. ഉപമയും വക്രോക്തിയും അർത്ഥാപത്യം പറഞ്ഞതുപോലെ വേറെ അലങ്കാരം കൂടി പറഞ്ഞുതരാം. രൂപകം. അവർണ്യത്തോട് വർണ്ണ്യത്തിന് അഭേദം ചൊല്ലുക രൂപകം. വർണ്ണ്യത്തെ കാണുമ്പോൾ അവർണ്യം തന്നെയാണെന്ന് അങ്ങ് ഉറപ്പിച്ചു പറയുന്നു. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് സ്ഥാപിക്കുമ്പോൾ രൂപകം അലങ്കാരം. അഡ്വക്കേറ്റ് സത്യഭാമ ഒരു ഈനാം പേച്ചിയാണെന്ന് തീർത്തു പറഞ്ഞാൽ അലങ്കാരം രൂപകമാണ് എന്നർത്ഥം. ഒരു സിനിമ കാണാൻ പോണമെന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയെന്നറിയോ പ്രഭേ? ഒരിക്കലും നേരം കിട്ടാറില്ല. ഇന്നലെ ഫസ്റ്റ് ഷോയ്ക്ക് പോവാന്ന് പ്രഹ്ലാദൻ ചേട്ടൻ പറഞ്ഞിരുന്നതാ. പക്ഷെ വൈകുന്നേരം ആയപ്പോ പ്രഹ്ലാദൻ ചേട്ടന്റെ അമ്മയ്ക്ക് വയറുവേദന. അത് നമ്പറാ കാഞ്ചന സാറേ. മോനും മരുമോളും കൂടി സിനിമയ്ക്ക് പോകാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മുടക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ സകല അമ്മായിമാരെ അത്ര നമ്പർ ഇറക്കും. കള്ള വയറുവേദനയാ. ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ലേ പ്രഭേ? പ്രഹ്ലാദൻ ചേട്ടന്റെ അമ്മയും ഞാനും കൂടെ സിനിമയ്ക്ക് പോകാനിരുന്നത്. പിന്നെന്തിനാ അമ്മ നമ്പർ ഇറക്കുന്നേ? പിന്നെ അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെയാ പ്രഹ്ലാദൻ ചേട്ടനോട് പറഞ്ഞത്, എങ്കിൽ പിന്നെ വേറൊരു ദിവസം പോവാന്ന്. അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ പോവും? സാരമില്ല കാഞ്ചന സാറേ, സിനിമ ഇന്നായാലും നാളെ ആയാലും കാണുമല്ലോ. തിയേറ്ററും അവിടെ കാണും, സിനിമയും അവിടെ കാണും. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് വലിയ സിനിമാ ചർച്ച? കാഞ്ചന സാർ ഇന്നലെ സിനിമ കാണാൻ പോവായിരുന്നതാ. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ഇന്നലെ പോകാൻ പറ്റിയില്ല എന്ന് പറയായിരുന്നു. അപ്പോ അതിനെപ്പറ്റി ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ സിനിമയാണോ നാടകമാണോ നല്ല കലാരൂപം? അങ്ങനെ ചോദിച്ചാൽ കാഞ്ചന പറയൂ, സിനിമയാണോ നാടകമാണോ ഉദാത്തം? ഉദാത്തം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിഷ്ടം സിനിമയാ. നാടകവും കാണും, പക്ഷെ അതിന്റെ ഇരട്ടി രസമല്ലേ സാർ സിനിമ കാണാൻ? അയ്യോ, ഇപ്പോഴത്തെ സിനിമയിലൊക്കെ ടെക്നിക്കുകളൊക്കെ എന്താ! ഓ, കണ്ണ് തള്ളിപ്പോവില്ലേ സാർ? സ്വയംപ്രഭ എന്ത് പറയുന്നു? എനിക്കും സിനിമ സാറേ ഇഷ്ടം. നല്ല പാട്ടും ഡാൻസും പ്രേമൊക്കെ കാണണമെങ്കിൽ സിനിമ തന്നെ കാണണം. അതെ, സിനിമയിലെ നായകനെ നായികയും പോലെ ഇഴുകി ചേർന്ന് അഭിനയിക്കാനൊന്നും നാടകത്തിന് പറ്റില്ല. അല്ലാതെ. ശിശുപാലനോ എന്താ അഭിപ്രായം? ഇവര് പറഞ്ഞത് തന്നെ സാർ എനിക്കും പറയാനുള്ളത്. നാടകം എന്നൊക്കെ പറഞ്ഞ പഴയ സംഭവമല്ലേ, സിനിമയോളം വരില്ലല്ലോ. ശരിയാ. എന്നാൽ നിങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. സിനിമയെക്കാളൊക്കെ വളരെ 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 മികച്ച കലാരൂപമാണ് നാടകം. കാഞ്ചന സോഫോക്ലിസ് എന്ന് കേട്ടിട്ടുണ്ടോ? ആരാ? ഷേക്സ്പിയർ.
ആ അത് കേട്ടിട്ടുണ്ട്. ഭാസൻ, ബെർണാഡ് ഷാ, ഇല്ല സാർ. ഇവരെ ഒന്നും അറിയാത്ത നിങ്ങളോട് നാടകത്തെ കുറിച്ച് പറഞ്ഞത് തന്നെ തെറ്റ്. എനിക്ക് തോപ്പിൽ ബാസി അറിയാം സാർ. ഭാഗ്യം. എന്തായാലും നിങ്ങളൊക്കെ പുകഴ്ത്തി പറഞ്ഞ ഈ സിനിമയെ വെല്ലുന്ന ഒരു ഉഗ്രൻ നാടകം ഞാൻ എഴുതാൻ പോകും. സാറോ? വായനശാലയുടെ വാർഷികത്തിന് ഇക്കൊല്ലം ആ നാടകമായിരിക്കും കളിക്കാൻ. അതൊരിക്കലും ഒരു സാധാരണ നാടകമായിരിക്കില്ല. ഒരു വില്ലേജ് ഓഫീസിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാവുന്ന അത്യന്തം വിസ്മയകരമായ ഒരു നാടകമായിരിക്കും. വെറുതെ സിനിമ കണ്ട് കാശും ആരോഗ്യം കളയാതെ എന്റെ നാടകം കണ്ട് നന്നാകാൻ നോക്കൂ. ഒരു നാടകം. വില്ലേജ് ഓഫീസിന്റെ പശ്ചാത്തലത്തിൽ ഒരു നാടകം. അപ്പൊ പിന്നെ ഈ വില്ലേജ് ഓഫീസിന്റെ കഥ തന്നെ ആയിരിക്കും. ഈ വില്ലേജ് ഓഫീസിലെ കഥയാണെങ്കിൽ നായകൻ സാറും നായിക ഞാനും ആയിരിക്കും. എന്തോ അയ്യ, കാഞ്ചന സാറിന് ഒരു നായകൻ വീട്ടിലുണ്ടല്ലോ, അത് പോരെ? ഈ നാടകത്തിലെ നായിക ഞാൻ തന്നെയാ. അയ്യേ, ചുരുക്കി പറഞ്ഞ മോഹനകൃഷ്ണ സാറ് സകലകല വല്ലഭനാ. സർക്കാർ ഉദ്യോഗസ്ഥൻ, ഗാന്ധിയൻ, പരിസ്ഥിതിവാദി, ഇപ്പോ നാടകക്കാരന്. അതെ സത്യഭാമേ, ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നത് ആരൊക്കെയാ അത് തീരുമാനിച്ചു? വായനശാലക്കാരാവും, അല്ലാതാര്? അല്ല, ചെറുപ്പത്തിലേ ഞാനും ഒരുപാട് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കോളേജ് പഠിക്കുമ്പോ ഞാൻ 2 പ്രാവശ്യം ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. സത്യപാലം ഫുട്ബോൾ ക്യാമനായിരുന്നല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അതെ, ഫുട്ബോളിലും ഞാൻ സ്റ്റാർ ആയിരുന്നല്ലോ. 3 കൊല്ലം കോളേജ് ടീമിന്റെ ഗോളിയായിരുന്നു ഞാൻ. ചുരുക്കി പറഞ്ഞ സത്യപാലൻ ലോ കോളേജിൽ നിന്ന് നിയമം ഒഴികെ ബാക്കിയെല്ലാം പഠിച്ചു. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട വിദ്യേ. ഈ അഭിനയം എന്നൊക്കെ പറയുന്നത് ചോരയെ കലർന്ന സാധനോ? ആ, ഞാനൊരു നല്ല നടനാണെന്ന് എത്രയും പേര് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ എനിക്കറിയാം, മീനാക്ഷി, സത്യപാലന്റെ ഭാര്യ. വീട്ടു ചെലവിന്റെ കാശ് ചോദിക്കുമ്പോ സത്യപാലന്റെ അഭിനയം കണ്ട മമ്മൂട്ടിയും മോഹൻലാലും തോറ്റുപോകുന്ന മീനാക്ഷിയുടെ അഭിപ്രായം. അതെ, നാടകത്തിൽ അഭിനയിക്കാൻ ആള് വേണമെങ്കിൽ എന്നെ കൂടെ വിളിക്കാൻ മോനേഷ് സാറിനോട് ഒന്ന് പറയണേ. നായകനാവണമെന്നൊന്നുമില്ല, ഏത് വേഷവും ഞാൻ ചെയ്യും. പിന്നെ പൈസയൊന്നും തരണ്ട. അല്ലെങ്കിൽ തന്നെ ഈ വായനശാലയുടെ നാടകത്തിന് എവിടെ പൈസ ഉണ്ടായിട്ടാണ്? എന്തായാലും ഞാൻ മോഹനേട്ടനോടൊന്ന് പറയാം. സത്യപാലൻ ഭാഗ്യമുണ്ട് വിളിക്കും. ഓ, അയ്യോ, ഇന്ന് നേരത്തെ ആണല്ലോ. 2 മിനിറ്റ് നേരത്തെ. ഒന്നും പറ്റിയില്ല. ആ, മനസ്സിലായി. വൈകുന്നേരം താമരാക്ഷ ചേട്ടൻ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് ആഫീസിൽ ഇറങ്ങി ഓടിയതായിരിക്കും അല്ലേ? അത് പോട്ടെ, നാടകത്തിനുള്ള കഥ റെഡിയായോ? അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരാളല്ല നീ. ഉത്തരവാദിത്തപ്പെട്ടവർ വരുമ്പോൾ ഞാനത് പറയും. ഓ, ആഹാ, താമരാക്ഷ ചേട്ടൻ എത്തിന്നല്ലോ. വാ, നീ ചെന്ന് താമരാക്ഷൻ ചേട്ടനാണോ എന്ന് നോക്ക്. അപ്പോഴേക്കും ഞാൻ കഥ ഒന്നുകൂടി ആലോചിച്ച് നോക്കട്ടെ. ഒറ്റ പറച്ചിൽ തന്നെ അതിന്റെ ഗൗരവം എന്താണെന്ന് താമരാക്ഷൻ ചേട്ടന് മനസ്സിലാവണം. ചെല്ല്. ശരി. താമരാക്ഷ ചേട്ടനായിരിക്കും മോഹനേട്ടൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. വരും, അകത്തേക്ക് ഇരിക്കാം. ഞാൻ കുറച്ച് തിരക്കില്ല. മോഹനേഷമായിട്ടൊന്ന് സംസാരിച്ചിട്ട് അങ്ങ് പോയേക്കാമായിരുന്നു. അല്ല, വിശദമായിട്ടൊന്ന് സംസാരിക്കാനുണ്ടെന്നാ മോഹനേട്ടൻ പറഞ്ഞത്. താമരാക്ഷ ചേട്ടൻ വരൂ. ഇതാണ് മോഹനേഷൻ ഒരു കാര്യം ഏൽപ്പിച്ചുള്ള ഗുണം. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമേ ഇല്ല. എല്ലാം പുള്ളിക്കാരൻ നോക്കിക്കോളും. വരൂ ചേട്ടാ. വില്ലേജ് ഓഫീസിലേക്ക് കയറി വരുന്ന ഒരു പാവം വൃദ്ധൻ. ആദ്യം അയാൾ ചെന്നത് UD ക്ലർക്കിന്റെ അടുത്തേക്കാണ്. ക്ലർക്ക് പറഞ്ഞു,
വൈകിട്ട് നാളെ വാ. അപ്പോൾ അയാൾ പറയുകയാണ്, സാറേ മോനേട്ടാ. ഇപ്പൊ തന്നെ. താമരാക്ഷൻ ചേട്ടനാ, വാ. നീ ഒരു ചായ എടുക്ക്. ഞാൻ ചോദിച്ചു, ചായ വേണ്ടെന്നാ പറഞ്ഞേ. ഞാനും ചായ കുടിച്ചില്ലല്ലോ. കഥ പറഞ്ഞിട്ട് ചായ കുടിക്കാലോ. വാ വാ, നടക്ക്. നമസ്കാരം താമരാക്ഷൻ ചേട്ടാ. കുറച്ച് നേരത്തെ വന്നുല്ലേ? ഒരുപാട് തിരക്കാ മോഹനകൃഷ്ണ. അതിനിടയ്ക്ക് സമയം വീണ് കിട്ടുമ്പോ വേണ്ടേ വരാൻ. ഞാൻ താഴെ എത്തുമ്പോ താനെങ്ങി കയറി പോന്നിരുന്നു. ഓ, അതുകൊണ്ടാ നേരത്തെ പോകുന്നത്. ഇരിക്കണം. ആ, എന്താണ് പരിപാടി? താമരാക്ഷൻ ചേട്ടൻ തന്നെ അത് വിസ്തരിച്ച് പറയണം. അതായത് കഴിഞ്ഞ 10-15 കൊല്ലമായി വായനശാലയുടെ നാടകം മുടങ്ങിയിട്ടില്ല. പണ്ടൊക്കെ നല്ല സംഭാവന കിട്ടുമായിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്നുള്ളവരെ വച്ച് നാടകം എഴുതിപ്പിക്കുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇനി അങ്ങോട്ട് അത് നടക്കില്ല. അതുകൊണ്ട് നാടകം നമ്മൾ തന്നെ ശരിയാക്കി കൊടുക്കാന്നൊരു തീരുമാനമെടുത്തു. അത് വളരെ നന്നായി. അല്ലെങ്കിലും പുറത്തുള്ളവരെക്കാൾ കഴിവുള്ള എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അവർക്കൊരു അവസരം കിട്ടാത്തത് കൊണ്ടാണ് സാമർഥ്യത്തിലേക്ക് പറ്റാതിരിക്കുന്നത്. സത്യം. നാടകം നമ്മുടെ നാട്ടുകാരനെ കൊണ്ട് എടുപ്പിക്കാന്ന ആലോചന വന്നപ്പോ തന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വന്നത് ഒരാളുടെ പേരാ. അത് ആരാണെന്നറിയാമല്ലോ. അറിയാം. പ്രൈമറി സ്കൂളിലെ ബൽറാം സാർ. ആള് നന്നായിട്ട് എഴുതും. ഏതൊക്കെയോ വാരികളിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും സ്കൂളിലെ കുട്ടികളെ നാടകം പഠിപ്പിച്ച് കളിപ്പിക്കുന്നത് ബൽറാം സാറാണല്ലോ. ബൽറാം സാറിനെ കണ്ട് കാര്യം പറഞ്ഞപ്പോഴാണ് വില്ലേജ് ഓഫീസിന്റെ പശ്ചാത്തലത്തിൽ പറയാൻ പറ്റുന്ന ഒരു കഥയുണ്ടെന്ന് പറഞ്ഞത്. കഥ കേട്ടു. കൊള്ളാം. വില്ലേജ് ഓഫീസിലെ കഥയായതുകൊണ്ട് ചില കാര്യങ്ങൾ മോഹനകൃഷ്ണൻ ചെയ്തു തരണം. വില്ലേജ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും മോഹനകൃഷ്ണൻ ഒന്ന് പറഞ്ഞു തരണം. ഇപ്പൊ വേണ്ട, ഞാൻ നേരിട്ട് വന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. നാളെയോ മറ്റന്നാളോ ബൽറാം സാർ വിളിക്കും. അപ്പൊ മോഹനകൃഷ്ണൻ ഒന്ന് സഹായിച്ചാൽ മതി. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. വാർഷികം പ്രമാണിച്ച് പിടിപ്പത് പണിയുണ്ട്. കാണാം. ബലരാമ സാറാണല്ലേ നാടകം എഴുതുന്നത്? മോഹനേട്ടന് നാടകം എഴുതാൻ താമരാക്ഷൻ ചേട്ടൻ പറഞ്ഞു എന്നല്ലേ മോനോട് പറഞ്ഞത്? നാടകം ഇവിടെ കൊണ്ട് എഴുതിപ്പിക്കണം, ഞാൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതി എന്നോട് നാടകം എഴുതാൻ പറഞ്ഞാണ്. മലയാളത്തിൽ ഉൽപ്രേക്ഷ എന്ന് പറയുന്ന ഒരു അലങ്കാരമില്ലേ? മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യാലങ്കൃതി എന്നാണ് ലക്ഷണം. ഒരു കാര്യം കാണുമ്പോ വേറൊന്നാണോ എന്ന് സംശയം തോന്നുന്നതാണ് സംഭവം. ചില സംശയങ്ങൾ തീർത്തരണമെന്ന് പറഞ്ഞപ്പോ നാടകം എഴുതണമെന്നാണ് പറഞ്ഞതെന്ന് മോഹനേട്ടന് സംശയിച്ചു. ഉൽപ്രേക്ഷ. മണി 5 ഒരു ചായ കിട്ടൂ. എങ്ങനെയുള്ള ചായ വേണം? നല്ല ജീവൻ ടോൺ പോലത്തെ ഒരു ചായ ആയാലോ? ക്ഷീണം മാറും. അലങ്കാരം, ഉപമ. മലയാള പണ്ഡിതന് ഇങ്ങനൊരു അബദ്ധം പറ്റുമെന്ന് അദ്ദേഹം തീരെ കരുതിയതല്ല. മലയാള വ്യാകരണം അരച്ചു കലക്കി കുടിച്ചാലൊന്നും നാടകമെഴുത്ത് നടക്കില്ല എന്ന വസ്തുത ഇനിയെങ്കിലും മഹാൻ മനസ്സിലാക്കട്ടെ. എന്തായാലും മോഹനകൃഷ്ണന്റെ പ്രകടനം കൊണ്ട് അലങ്കാരങ്ങളൊക്കെ പ്രേക്ഷകർ പഠിച്ചു കാണുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം.